Hello foodies, welcome back to Marians kitchen. അപ്പോൾ വൈറൽ കോഫി ആയിട്ടുള്ള ഡൽഗോണ കോഫിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നല്ല തണുത്ത കോഫി എന്ന് വേണ്ടതിന് പറയാനായിട്ട് ഏകദേശം നമ്മുടെ ക്യാപ്പുച്ചിനോന്റെ ആ ഒരു കുടുംബത്തിലൊക്കെ പെടുത്താവുന്ന ഒരു കോഫിയാണ്. നല്ല ചൂട് സമയത്തൊക്കെ നല്ല ഐസൊക്കെ ഇട്ടിട്ട് കോഫി കഴിച്ചാലുണ്ടല്ലോ എന്നെ രസമെന്നറിയാവോ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിനകത്തോട്ട് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ നെസ്കഫേൻ്റെ കോഫി പൗഡറാണ് ചേർക്കുന്നത്. ഇതിനകത്തോട്ട് നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം. മധുരം കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ കോഫി പൗഡറിന് നല്ല കയ്പ്പായിരിക്കും. അപ്പോൾ ഈ ഒരു കോഫിക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല. ഇനി ഇതിനകത്തോട്ട് ആ സെയിം സ്പൂണിൽ തന്നെ 2 സ്പൂൺ നല്ല ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ. ഇനി നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന ബീറ്റർ ഉള്ള കാരണം ഇതിനകത്തോട്ട് ഇട്ടിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു ബീറ്റർ വാങ്ങിക്കാൻ കിട്ടും. ഇതാകുമ്പോൾ ഹാൻഡ് ബീറ്ററാണ്, എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ചെയ്യാം. ഒരു 5 മിനിറ്റിനൊക്കെ ഉള്ളിൽ നിങ്ങൾക്കിത് റെഡിയായി കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ഈ ബീറ്ററാണ് ഉപയോഗിക്കുന്നത്. ഇതല്ലെങ്കിൽ ഒരു ഫോർക്ക് സ്പൂൺ അല്ലെങ്കിൽ ഹാൻഡ് വിസ്കർ ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ല ക്രീമി ആവുന്ന വരെ നിങ്ങൾ ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഇത് കളറൊക്കെ മാറി തുടങ്ങും. ഏകദേശം ഒരു 4 മിനിറ്റൊക്കെ വേണ്ടി വരും ഹൈ സ്പീഡിൽ ഇട്ടിട്ട് നിങ്ങൾക്കിത് ബീറ്റ് ചെയ്തെടുക്കണം. അതായത് ഞാൻ കോഫി പൗഡർ കുറച്ച് കൂടുതൽ എടുത്തതിന് കാരണമാണ് ഇത്രയും സമയം എടുക്കുന്നത്. അതിപ്പോൾ നന്നായിട്ട് ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഒരു ഗ്ലാസ്സിനകത്തോട്ട് നമുക്ക് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് അധികം ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനകത്തോട്ട് നമുക്ക് മധുരം ഇട്ട് തണുപ്പിച്ചെടുത്ത പാല് ചേർത്ത് കൊടുക്കും. ഇപ്പോൾ നാടൻ പാലൊക്കെയാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് തിളപ്പിച്ചിട്ട് മധുരം ഇട്ട് ഫ്രിഡ്ജിന് വെച്ച് തണുപ്പിച്ചെടുക്കണം കേട്ടോ. അതൊരു 3/4 ഭാഗത്തോളം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഈ ഒരു കോഫീൻ്റെ കൂട്ട് നമ്മുടെ ക്രീം ചേർത്ത് കൊടുക്കാം. ക്രീം കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ കഴിക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ക്രീമിലാണ് ഈ ഒരു കോഫീൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ചെയ്ത് കൊടുത്തേക്ക്. സ്ട്രോ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ കുടിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് സ്ട്രോ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ക്രീമും പാലും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കുക. അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക. സ്പൂണാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മിക്സ് ചെയ്ത് കുടിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.